എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അതെ അതെ, മുത്തശ്ശി പുരാവസ്തു ആണെങ്കിലും സെലക്ഷൻ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. നീ എന്റെ വാങ്ങിക്കും കേട്ടോ. മോളെ വയ്യെങ്കിൽ പോയി കിടന്നോ? ആര് പറഞ്ഞു എനിക്ക് വയ്യാന്ന്? എനിക്കൊരു കുഴപ്പമില്ല. കുഴപ്പമില്ലാഞ്ഞിട്ടാണോ തല ഇറങ്ങി വീണത്? അമ്മ ചുമ്മാ അതിങ്ങനെ ആമിമോളെ പേടിപ്പിക്കാതെ. ഈ സമയത്ത് തലകറക്കം ഛർദിയൊക്കെ പതിവാ. ഓഹോ, അങ്ങനെ പതിവുണ്ടോ? എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അല്ലമ്മേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഇനിയും നിനക്ക് സംശയമാണോ? കളിയാക്കിയത് മതി. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന സംശയം ന്യായമാ. അതെന്തുവാടി? അല്ല, ഈ കല്യാണ പന്തലിലേക്ക് പെണ്ണും ചെറുക്കനും ഒറ്റ വീട്ടിൽ നിന്നാണോ ഇറങ്ങുന്നേ? അല്ല, അങ്ങനെ ഇതുവരെ കേട്ടുകേഴ്വി ഇല്ലല്ലോ. പിന്നെ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നതൊക്കെ. പെണ്ണിനെ ചെക്കന്റെ വീട്ടിൽ നിർത്തിയിട്ട് പെണ്ണ് ചോദിക്കാൻ പോയപ്പോഴും ഇതുപോലെ ന്യായമുള്ള സംശയങ്ങളെ ഇവിടെ പലർക്കും തോന്നി കാണുമല്ലോ. എന്നിട്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീണില്ലല്ലോ. പെണ്ണും ചെക്കനും കൂടി ഒരുമിച്ച് ഒരേ വീട്ടിൽ നിന്നും മംഗല്യപ്പുഴ എടുക്കാൻ പോകുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതും ഈ ചെമ്പകശ്ശേരി നടന്നില്ലേ? കല്യാണോ അങ്ങനെയൊക്കെ തന്നെ അങ്ങ് നടന്നോളൂ. പെണ്ണും ചെക്കനും ഒരുമിച്ച് ഒരുങ്ങി ഇവിടുന്ന് അങ്ങ് പോകും. താലികെട്ട് കഴിഞ്ഞ് വിളക്ക് വെച്ച് ഇങ്ങോട്ട് തന്നെ കേറും. അതുകൊണ്ട് എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ പിള്ളേരെ, ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല. മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ ഈ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ. ഒരു വീട്ടിൽ താമസിക്കുന്ന പെണ്ണിനെയും ചെക്കനെയും ഏതായാലും രണ്ട് വീട്ടിൽ നിന്ന് കതിർ മണ്ഡപത്തിൽ എത്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അത് അങ്ങനെയായി. ഇവര് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് എല്ലാത്തിലും പ്രധാനം. മുമ്പ് പത്രത്തിലെങ്ങാണ്ട് വായിച്ച ഒരു തമാശയുണ്ട്. വിമാനത്തിൽ വെച്ച് നടത്തിയ വിവാഹം 5-ാം പക്കം അടിച്ചു പിരിഞ്ഞെന്ന്. ഭൂമിയിലായാലും ആകാശത്തായാലും മനപ്പൊരുത്തമില്ലയോ? മംഗല്യം മഹാനരകം. അതുണ്ടോ? കുടുംബമാണ് സ്വർഗം. എന്റെ കുട്ടികൾക്ക് നല്ലതേ വരൂ. ചതിക്കും, അവൻ ചതിക്കും. ആരെ അവൻ ചതിക്കും? നിങ്ങളുടെ മകനെ അവൻ ചതിച്ചു. നാളെ അവൻ എന്റെ മകളെയും ചതിക്കും. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ അവൻ. ആർക്കും പിടികൊടുക്കാതെ നായക വേഷം കെട്ടി നമ്മളെയൊക്കെ പറ്റിക്കുക. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? പൂജ സ്നേഹിച്ചത് ഷാനുവിനെയാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ വിടാതെ കൂടെ കൂടിയത്. ഇല്ലാത്ത കഥകൾ പറഞ്ഞ് എന്റെ മോളെ ഇങ്ങനെ മയക്കെടുത്തത്. അതെ അതെ, ഓനൊരു പെരുത്ത സാമർത്ഥ്യക്കാരൻ തന്നെയാ. ഷാനു മരിച്ച് ഓന്റെ കബർസ്ഥാനിലെ മണ്ണ് ഉണങ്ങുന്നതിന് മുമ്പ് ഓളയും കൂട്ടി നാട് വിടണമെങ്കിൽ ഓൻ ചില്ലറക്കാരനല്ല. എന്താ ഫാത്തിമ ഇത്? നീ കരയാണോ? നീ കരയാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനും സാറും ഒക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എളേപ്പന്റെ കാര്യം പറഞ്ഞാ മതി. ഈ സാറിന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഇപ്പൊ പറയുന്നതല്ലല്ലോ സാർ പിന്നെ പറയുന്നത്. ഫാത്തിമ ഇങ്ങനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എന്റെ സാഹചര്യം കൂടെ ഒന്ന് മനസ്സിലാക്കണം. എന്റെ ചുറ്റും നിൽക്കുന്നവരുടെ താളത്തിനൊപ്പം തൽക്കാലം ഞാനിങ്ങനെ നിന്ന് കൊടുത്തേ പറ്റൂ. അവർക്കാർക്കും മനസാക്ഷിയോ മാനവും മര്യാദയുള്ളതായിട്ടോ എനിക്കിതുവരെ തോന്നിയിട്ടില്ല, എന്റെ മകൾക്കുൾപ്പെടെ. അല്ലെങ്കിൽ ഷാനുവിനെ മറന്ന് ഇത്ര പെട്ടെന്ന് അവൾ ഇങ്ങനൊരു ബന്ധത്തിന് തയ്യാറാവുമോ? എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നത്. ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല. അതിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ രഹസ്യ പിന്തുണയും ഞാൻ തരും. പക്ഷേ ഞാനാണ് ഇതിന്റെ പിന്നിലെന്ന് മറ്റാരും അറിയാൻ പാടില്ല. അത് പോയിന്റ്. സ്വന്തം മകളുടെ നിക്കാഹ് മുടക്കാൻ
ഒരു ബാപ്പ ഇറങ്ങിയ അത് പൊല്ലാപ്പാവൂലേ? നിങ്ങള് വിഷമിക്കണ്ട കളക്ടറെ, നമ്മളുണ്ട് നിങ്ങളെ കൂടെ. കായിന് മാത്രമേ ഇത്തിരി കുറവുണ്ട് എന്നുള്ളൂ. തൻ്റെ ഇടത്തിനും മനോബലത്തിനും ഒരു കുറവുമില്ല ഞമ്മക്ക്. നിങ്ങളെ കായും ഞമ്മളെ ബലവും ഒന്നിച്ചു കൂടിയാ പിന്നെ ദുനിയാവില് ഞമ്മളെ തോപ്പിക്കാൻ ഒരുത്തനും കഴിയൂല. ഈ കല്യാണം ഞമ്മള് മുടക്കിത്തരാം. എന്താ പോരെ? മതി, അത് മതി. നിങ്ങളെനിക്ക് വിശ്വാസം. നിങ്ങൾ ചോദിക്കുന്ന എന്തും ഞാൻ തരും. എന്നാ ഞാൻ പോട്ടെ. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരി. ആ ഫാത്തിമോ, ഈ പറഞ്ഞതില് എന്തോ ഒരു സത്യമുണ്ട്. ഇയാൾക്ക് കാര്യമായിട്ട് എന്തോ തകരാറുണ്ട്. അല്ലെങ്കിൽ സ്വബോധമുള്ള ആരെങ്കിലും ഇങ്ങനൊക്കെ പറയൂ. ഇപ്പൊ പറയുന്നല്ല, അയാൾ പിന്നെ പറയുന്നു. ആകെ കൂടി എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കാര്യങ്ങൾ ഇത്ര വേഗം കൈവിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചില്ല. ഇനി നമ്മളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. ഇത്രയും ടെൻഷൻ ആവാനുള്ള കാര്യം എന്തുവാ? പിന്നെ ടെൻഷൻ ആവാതെ പിടിച്ച പിടിയാലും നമ്മൾ ഇവര് പിടിച്ച് കെട്ടിക്കില്ലേ? ഒന്ന് കെട്ടിന്ന് വെച്ചപ്പോ എന്താ കുഴപ്പം? ആദ്യമൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നു? ഇതത്ര നിസ്സാര കാര്യമാണോ? കല്യാണം എന്താ കുട്ടിക്കളിയാ? അതും മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് എങ്ങനെയാണോ ഞാൻ ചിരിച്ച മുഖത്തോടെ തന്റെ മുന്നിൽ താലി കെട്ടാൻ നിന്ന് തരുന്നേ? എടോ, അത് മറ്റൊരാളുടെ കുഞ്ഞാണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ അങ്ങ് മറന്നേക്ക്. എന്റെ മരണം വരെ അത് എന്റെ കുഞ്ഞായിരിക്കും. അതുപോലെ പോരാ. എല്ലാം അറിഞ്ഞുകൊണ്ട് താൻ എന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചോളന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? തൽക്കാലം അർത്ഥവും അനർത്ഥവും തപ്പി താൻ പോകണ്ട. തൽക്കാലം പോയില്ലെങ്കിലും ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും? എടോ, ഭാവിയിലെ കാര്യം നമുക്ക് ഭാവിയിൽ നോക്കിയാ പോരെ? അങ്ങനെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ട് എന്തോടോ കാര്യം? പൂജ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ എല്ലാം ഒന്ന് കരക്കടിപ്പിക്കുക. താൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം മാറ്റിയ ഞാനാണ് പെട്ടുപോകുന്നത്. വിവാഹമല്ല നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ലാന്ന് ഞാൻ എത്ര തവണ തന്നോട് പറഞ്ഞതാ. എനിക്കതിന് പറ്റുന്നില്ല. എന്തുകൊണ്ട്? ശാലുനെ അല്ലാതെ ഈ ജന്മം മറ്റൊരാളെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. മതി, അത് തന്നെ മതി. പക്ഷെ നമുക്ക് പഴയ പോലെ ഒന്ന് അഭിനയിച്ചുവിടോ. എങ്ങനെ? താലി കെട്ടിയോ? എടോ, ഇത്രയും കാലം നമ്മൾ പിടിച്ചു നിന്നില്ലേ? താലി ഇല്ലെങ്കിൽ പോലും ഒരു മുറിയിൽ എത്ര ദിവസം നമ്മൾ ഉറങ്ങി. എന്നിട്ട് ഞാൻ തന്റെ കൈവിരൽ തുമ്പി പോലും തൊട്ടിട്ടില്ലല്ലോ. എന്നെ തനിക്കൊന്ന് വിശ്വസിച്ചൂടെ? അതെ, എന്തിനാടോ? എന്തിനാ താൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ല പൂജ, ചില ചോദ്യങ്ങൾക്ക് മാത്രം ഒരിക്കലും ഉത്തരം ഉണ്ടാവില്ല എന്ന്. പക്ഷെ എന്റെ കയ്യിലുണ്ട് ഉത്തരം. ഞാൻ കാരണം തന്റെ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പൂജ,